ഇന്ന് ഇവമോളെ വാക്സിനേഷൻ ഡേ ആട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ്. റിച്ചു ഇവിടെ തല്ലൂടുന്നത് വേറെ ഒന്നിനുമില്ല, അവനെ മുന്നിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവസാനം തോൽവി സമ്മതിച്ച് അവൻ പിന്നിൽ തന്നെ ഇരിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തിയിട്ടോ, ഇവമോൾ മുന്നിലും. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പം അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് വാക്സിൻ ഡേ ആണ് അവിടെ ഹോസ്പിറ്റലിൽ. അപ്പം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ബേബി കാർഡ് കൊടുത്ത ശേഷം നമ്മളോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. അവർ ഓർഡർ അനുസരിച്ച് വരാൻ വിളിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ മോളിപ്പോൾ നല്ല സന്തോഷത്തിലാണ്. കരയാനുള്ളതിന് മുന്നോടിയാണല്ലോ സന്തോഷം അല്ലേ. അപ്പോൾ അവൾക്കിതൊന്നും അറിയില്ല എന്തൊക്കെയാണ് ചെയ്യാൻ പോകണം. എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ട് അവൾ. അപ്പോൾ ഞങ്ങളെ ഊഴത്തിനായി വെയിറ്റ് ചെയ്യണം. ഫൈനലി ഞങ്ങളെ ഊഴമായി കേട്ടോ. അവളെ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കാനുണ്ട്. അപ്പം അതൊക്കെ കൊടുക്കായിരുന്നു. പിന്നെ റിച്ചുവിനും വൈറ്റമിനെ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളതും ഒരുമിച്ച് കൊടുക്കാൻ വെച്ചു. ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ സ്റ്റാഫിന് എടുത്ത് പറയണം, അടിപൊളിയാണ്. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണെന്നൊന്നും പറയാം എങ്കിലും നല്ല സർവീസ് ചെയ്യുന്നു കേട്ടോ അവരത്. അവർ കുട്ടീനെ നല്ല മയത്തിലായിരുന്നു ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടുണ്ടായത്. പിന്നെ ഇഞ്ചക്ഷൻ വെച്ച് സ്വാഭാവികമായിട്ട് കരയുമല്ലോ, അത് ഇവമോളും ചെയ്തു. അന്നേരം ചെറുതായിട്ട് അവൾ കരഞ്ഞു, പെയിനും കാര്യങ്ങളും ഉണ്ടായിട്ടേക്കും. പിന്നെ ഈ വാക്സിന് എന്താ പറയുക, അന്നേരത്തെ പെയിനേ ഉണ്ടാവുള്ളൂ, ഫീവറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. പിന്നെ ആൾ പുറത്തെത്തി അച്ഛൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. ആൾക്ക് സൂചി വെച്ചതിൻ്റെ യാതൊരു ഇതും ഇവമോളെ മുഖത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ വാക്സിനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബേബി, സീ യു.